നമസ്കാരം. മലയാള സിനിമയിൽ ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്തു വരുന്നുണ്ട്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, പലരിമാണിക്കം, ഒരു വട്ടക്കം വീരഗാഥ, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ റീ റിലീസ് പോയി കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ രാവണപ്രഭു. പണ്ട് കണ്ടതാണ്, പക്ഷെ വീണ്ടും കണ്ടപ്പോൾ ആവേശം ഒട്ടും ചോർന്നില്ല. ഓക്കെ അറ്റ്മോസ്ഫിയറിൽ ലാലേട്ടൻ അടിച്ച് പൊളിച്ച് ലാലേട്ടന്റെ വൺമാൻ ഷോ. മംഗലശ്ശേരി നീലകണ്ഠനായും കാർത്തികേയനായും. ഇതിലെ കാർത്തികേയന്റെ ശബ്ദം ഞാനൊന്ന് അനുകരിക്കുകയാണ്. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ. എം.എൻ. നമ്പ്യാരല്ല, മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ. ദാറ്റ്സ് മൈ ഫുൾ നെയിം. നിന്നെ കുറിച്ച് കുറച്ചു നാൾ മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നിർത്തിയെന്നും നീ നിന്റെ ആവശ്യങ്ങൾക്ക് നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നു എന്നാണ്. പിന്നെ ഇതെന്ത് പുരുഷു, കമ്മട്ടം കളഞ്ഞുപോയോ? അതോ പഴയ പോലെ മഷി പിടിക്കണില്ലേ? മനെ പുരുഷു, ഇനി ഈ കാർഡ് നീ എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോകും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. മോനെ രാജവേന്ദ്ര, മുണ്ടക്കൽ തറവാട്ടിലെ പെണ്ണുങ്ങൾ ഒരു ഗോള് പോലെ അടിച്ചു പൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരൻ സ്റ്റംപിന്റെ ഇടയിൽ തപ്പരുത്. അതൊരു തേർഡ് റേറ്റ് ലൈനല്ലേ. തോക്കെടുത്തു, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുത്. എനിക്ക് ഒറ്റ കൈയിൽ ഡബിൾ ബാർ ലൈൻ ചെയ്യുന്ന ടൈമൊന്നും വേണ്ട. ഞാൻ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരീനെ അർത്ഥം കടകടകടകടാന്ന് ഒന്നും രണ്ടോ അല്ല, പലതുണ്ട്, പല സൈസിൽ പിടക്കണത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ നമ്പ്യാരും വിവരം അറിയും. അതെ, ആപ്പച്ചട്ടിയില് അരി പറക്കരുത്. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാ. സവാരി ഗിരിഗിരി.